വിവിധ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലായി ഒന്നിലധികം തവണ ജയിക്കുക, വർഷങ്ങളോളം ജനപ്രതിനിധികളായിരിക്കുക എല്ലാ പൊതുപ്രവർത്തകർക്കും അത്ര എളുപ്പത്തിൽ കഴിയുന്ന കാര്യമല്ല. പക്ഷേ തൃശൂർ ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലെത്തിയാൽ ഇത്തരമൊരു നേട്ടത്തിന് ഉടമകളായി രണ്ടുപേരെ പരിചയപ്പെടാം. തുടർച്ചയായി വിജയിക്കുന്നവരെ എന്ന് മാത്രമല്ല, ദമ്പതികൾ കൂടിയാണ് എന്നതാണ് ഇരുവരുടെയും പ്രത്യേകത. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം പൂർത്തിയാകുമ്പോൾ ചാലക്കുടി നഗരസഭയിലെ രണ്ട് ജനപ്രതിനിധികൾക്ക് അപൂർവമായ ഒരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മുൻ ചെയർമാൻമാരായ ഷിബു വാലപ്പനും ഭാര്യ ആലീസ് ഷിബുവും തുടർച്ചയായ 6ാം വട്ടമാണ് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത്. ഇത്രയധികം കാലം ഒരുമിച്ച് ഒരു തദ്ദേശ സ്ഥാപനത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞ ദമ്പതികളെന്ന പ്രത്യേകതയാണ് ഇരുവർക്കുമുള്ളത്. ആലീസും ഷിബുവും ചാലക്കുടിക്കാരുടെ ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ട് 25 വർഷത്തോളമായി. അത്ര തന്നെ വയസ്സുണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിനും. പരമ്പരാഗത കോൺഗ്രസ് കുടുംബാംഗങ്ങളായിരുന്ന ഇരുവരും ആദ്യമായി കാണുന്നതും പരിചയപ്പെടുന്നതിനുമെല്ലാം സംഘടന നിമിത്തമായി. ഇരുവരുടെയും രാഷ്ട്രീയ ഗുരുവായിരുന്ന കെ ചന്ദ്രസേനന്റെ നിർദ്ദേശപ്രകാരമാണ് ആലീസും ഷിബുവും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഒരു വളരെ ചെറുപ്പത്തിലെ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് പൊതുരംഗത്തേക്കൊക്കെ വന്നത്. ഞാൻ താമസിക്കുന്ന വിആർപുരം എന്ന് പറഞ്ഞ പ്രദേശം തന്നെ ഞാൻ വിശ്വസിക്കുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കാര്യമായ ശക്തിയില്ലാത്തൊരു പ്രദേശം തന്നെയായിരുന്നു. നഗരസഭ രൂപം കൊണ്ട കാലം മുതൽ CPM മാത്രം വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചിരുന്ന ഒരു പ്രദേശമാണ്. അത്തരമൊരു പ്രദേശത്ത് ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള രീതിയിൽ മത്സരിക്കാനായിട്ട് എനിക്കൊരു അവസരം പാർട്ടി തന്നു. അതിൻ്റെ ആദ്യത്തെ 2000-ലെ തെരഞ്ഞെടുപ്പിൽ 25 വർഷം മുമ്പ് 19 വോട്ടിനാണ് ഈ വിആർപുരം വാർഡിൽ നിന്ന് ആദ്യമായിട്ട് ഒരു കോൺഗ്രസ്സുകാരൻ ഇവിടെ ജയിക്കുന്നത്. 2000-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ജനപ്രതിനിധികളായി പ്രവർത്തിക്കുമ്പോഴാണ് പാർട്ടി മുൻകൈയെടുത്ത് ഇരുവരുടെയും വിവാഹം നടത്തുന്നത്. അന്നു മുതൽ ഇന്നോളം തുടർന്നൊരുമിച്ചാണ് ഇരുവരുടെയും സംഘടനാ പ്രവർത്തനവും പൊതുപ്രവർത്തനവും. ഒരു കാലത്ത് ഇടതുപക്ഷത്തിന് മേൽക്കോയ്മയുണ്ടായിരുന്ന ചാലക്കുടി നഗരസഭയിലെ പല വാർഡുകളിൽ നിന്നായി 6 തവണയാണ് ഷിബുവും ആലീസും ജയിച്ചു കയറിയത്. വളരെ സംതൃപ്തി ഉണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ നാട്ടിൽ നന്മ ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് ഈ വാർഡിന് അതീതമായിട്ട് കൊണ്ട് നഗരസഭയുടെ ഒരു പൊതുമണ്ഡലത്തിൽ, പ്രത്യേകിച്ച് കുടുംബശ്രീ തലത്തിൽ എനിക്ക് പാവങ്ങളായ ചേച്ചിമാരെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. തൊഴിൽ സംരംഭങ്ങൾ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ പെൻഷനുകളായാലും അങ്ങനെ ഒരു മനസ്സിന് സംതൃപ്തി കിട്ടുന്ന ഒരു പൊതുപ്രവർത്തനം ചെയ്യാനായിട്ട് 25 വർഷം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ 25ാം വർഷത്തിൽ മാത്രമാണ് ഷിബുവിന് നഗരസഭ അധ്യക്ഷനാകാൻ അവസരം ലഭിച്ചത്. എന്നാൽ വിവിധ കാലയളവുകളിൽ അധ്യക്ഷയായും ഉപാധ്യക്ഷയായുമെല്ലാം ചാലക്കുടി നഗരസഭയെ മുന്നിൽ നിന്ന് നയിക്കാൻ ആലീസിന് പലവട്ടം സാധിച്ചു. മാതാപിതാക്കളുടെ തിരക്ക് മനസ്സിലാക്കുന്ന മക്കളായ സോണിയയും രാജീവും പരിഭവങ്ങൾ ഒട്ടും കൂടാതെ വലിയ പിന്തുണയാണ് ഷിബുവിനും ആലീസിനും നൽകുന്നത്. ന്യൂസ് മലയാളം, തൃശൂർ.